ഗൾഫ് സൗദി ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ വീട്ടുജോലിക്കാർക്ക് നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു. ഒരു സ്പോൺസറുടെ കീഴിൽ 4-ൽ കൂടുതൽ വീട്ടുജോലിക്കാരുണ്ടെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാണെന്ന് അധികൃതർ അറിയിച്ചു. കോപേയ്മെന്റ് ഇല്ലാതെ ആശുപത്രി പ്രവേശനം, പരിധിയില്ലാത്ത അത്യാഹിത വിഭാഗം ചികിത്സ, പ്രതിരോധ കുത്തിവയ്പ്, മെഡിക്കൽ പരിശോധന എന്നിവയും ഇൻഷുറൻസിൽ ഉൾപ്പെടും. UAE ഉൾപ്പെടെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെയും പ്രവാസികളെ വീണ്ടും ദുരിതത്തിലാക്കി എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ മുടങ്ങി. പൈലറ്റ് ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ കുറവ് മൂലമാണ് 2 ദിവസങ്ങളിലായി 8 സർവീസുകൾ കമ്പനി റദ്ദാക്കിയത്. ഇന്നലെ കണ്ണൂരിലേക്കുള്ള അബുദാബി, ഷാർജ, ദോഹ സർവീസുകളും കണ്ണൂരിൽ നിന്നും ഷാർജ, ദോഹ എന്നിവിടങ്ങളിലേക്കുമുള്ള സർവീസുകളും റദ്ദാക്കി. കോഴിക്കോട് നിന്നും ഷാർജയിലേക്കുള്ള 6 മണിയുടെ സർവീസും രാത്രി 10:10 അബുദാബി സർവീസും റദ്ദാക്കി. കോഴിക്കോട് നിന്നും ഇന്ന് രാവിലെ 9:30 റാസൽ ഖൈമ സർവീസും റദ്ദാക്കി. 2 ദിവസങ്ങളിലായി കോഴിക്കോട്ട് നിന്നുള്ള 3 സർവീസുകളാണ് നടക്കാതിരുന്നത്. യാത്രക്കാർക്ക് പകരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന ആവശ്യം പ്രവാസികൾക്കിടയിൽ ശക്തമായിട്ടുണ്ട്. രാജ്യത്ത് കാറ്റ് ശക്തമായതോടെ മരുഭൂമിയിൽ നിന്നും മണ്ണ് റോഡിലേക്ക് നീങ്ങി. ഹൈമ തുംറൈത്ത് പാതയിൽ റോഡിലാണ് മണ്ണിറങ്ങിയത് മൂലം യാത്രക്കാർക്ക് പ്രയാസം നേരിട്ടത്. യാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസും രംഗത്തുണ്ട്. ഇതിലെ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. നേരത്തെയും ഇവിടെ കാറ്റ് ശക്തമാകുന്ന സമയങ്ങളിൽ മണ്ണ് റോഡിലേക്ക് നീങ്ങാറുണ്ട്. അധികൃതരുടെ നേതൃത്വത്തിൽ മണ്ണ് നീക്കം ചെയ്ത് സുഖകരമായ യാത്രയ്ക്ക് വാഹനങ്ങൾക്ക് അധികൃതർ സൗകര്യം ഒരുക്കുകയാണ് പതിവ്. ഖരീഫ് കാലം ആരംഭിച്ചതോടെ ആദം, ഹൈമ, തുംറൈത്ത് റോഡിൽ 100 കണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി കടന്നു പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. രാജ്യത്തെ തൊഴിലാളികൾക്കിടയിൽ മധ്യാഹ്ന വിശ്രമം സംബന്ധിച്ച് വ്യാപക ബോധവൽക്കരണവുമായി തൊഴിൽ മന്ത്രാലയം രംഗത്ത്. ആരോഗ്യ സുരക്ഷാ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് രാജ്യത്തെ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലെ നിർമ്മാണ ജോലിക്കാരിൽ ഉൾപ്പെടെ ബോധവൽക്കരണം നടത്തുന്നത്. വിശ്രമത്തിന്റെ സമയം, പ്രാധാന്യം, സുരക്ഷിതരായിരിക്കേണ്ടതിന്റെ ആവശ്യകത തുടങ്ങിയ വിഷയങ്ങളിലാണ് ബോധവൽക്കരണം നടത്തുന്നത്. ജൂൺ 1 ആരംഭിച്ച മധ്യാഹ്ന വിശ്രമം ഓഗസ്റ്റ് 30 വരെ തുടരും. ഒമാൻ തൊഴിൽ നിയമം ആർട്ടിക്കിൾ 16 പ്രകാരം ഈ കാലയളവിൽ പുറത്ത് ജോലിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വിശ്രമം അനുവദിക്കൽ നിർബന്ധമാണ്. ഉച്ചയ്ക്ക് 12:30 മുതൽ 3:30 വരെയാണ് വിശ്രമ സമയം. തൊഴിലാളികളുടെ ആരോഗ്യ, തൊഴിൽ സുരക്ഷയും മറ്റും പരിഗണിച്ചാണ് അധികൃതർ മധ്യാഹ്ന അവധി നൽകുന്നത്. തൊഴിലാളികളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി എല്ലാ നിർമ്മാണ, തുറസായ സ്ഥലങ്ങളിൽ ഉച്ചസമയങ്ങളിൽ ജോലി നിർത്തിവെക്കേണ്ടതാണ്. ബോധവൽക്കരണം നടത്തുന്നതിനോടൊപ്പം കമ്പനികൾക്ക് നിയമം നടപ്പിലാക്കുന്നതിന് കർശന നിർദ്ദേശവും നൽകുന്നുണ്ട്. വിശ്രമ സൗകര്യം ഒരുക്കാനും കമ്പനിയിൽ തൊഴിൽ സ്ഥാപനവും ബാധ്യസ്ഥരാണ്. തെക്കൻ ബാത്തിന ഗവർണറേറ്റ് വാദി അൽ മൗവിൻ വിലായത്തിലെ മാർക്കറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. 65% പൂർത്തിയായി. ഏകദേശം 16,000 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ ഒരുക്കുന്ന മാർക്കറ്റ് ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തെക്കൻ ബാത്തിന ഗവർണറുടെ ഓഫീസിന്റെ മേൽനോട്ടത്തിൽ 3,19,000 റിയാൽ ചെലവിലാണ് പദ്ധതി ഒരുക്കുക. മാർക്കറ്റിൽ 27 ഷോപ്പുകൾ, കഫേകൾ, മസ്ജിദ്, പാർക്കിംഗ് സ്ഥലങ്ങൾ എന്നിവയുമുണ്ടായിരിക്കും. മരങ്ങൾ നട്ടുപിടിപ്പിച്ച പ്രദേശങ്ങൾ, 1-ലധികം ഇരിപ്പിടങ്ങൾ, വിനോദസഞ്ചാരികൾക്കും സന്ദർശകർക്കും വേണ്ടിയുള്ള വിവിധ സേവനങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുത്തും. ബർക്ക, നക്കൽ തുടങ്ങിയ അയൽ വിലായത്തുകളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെയും സന്ദർശകരെയും ആകർഷിക്കുന്ന ഒരു സാമ്പത്തിക കേന്ദ്രമായി മാർക്കറ്റ് മാറുമെന്ന് ഗവർണറേറ്റിലെ മുനിസിപ്പൽ കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാൻ അറിയിച്ചു. വാരാന്ത്യം മുതൽ ധോഫർ ഗവർണറേറ്റിൽ കൂടുതൽ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. മഴയ്ക്ക് പിന്നാലെ താപനിലയും കുറയും. ഖരീഫ് കാലം ആരംഭിച്ചെങ്കിലും സലാലയിൽ ഉൾപ്പെടെ ഇതുവരെ കാര്യമായ മഴ ലഭിച്ചിട്ടില്ല. താഴ്ന്ന സ്ഥലങ്ങളിൽ ചൂടും അനുഭവപ്പെടുന്നുണ്ട്. സഞ്ചാരികളുടെ വലിയ ഒഴുക്കുണ്ടായിട്ടില്ല. വരും ദിവസങ്ങളിൽ ചാറ്റൽ മഴ എത്തുന്നതോടെ കൂടുതൽ ആഭ്യന്തര, വിദേശ സഞ്ചാരികൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ഇതോടെ ധോഫറിൽ വിപണിയിലും ഉണർവുണ്ടാകും. അതേസമയം ഇന്നലെ രാജ്യത്ത് വീണ്ടും 49 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില രേഖപ്പെടുത്തി. ഹെർനാലമിൽ 49.1 ഡിഗ്രിയാണ് താപനില. സൂറിൽ 49 ഡിഗ്രിയും സമായിലിൽ 48.6 ഡിഗ്രിയും ഹൈമയിൽ 48 ഡിഗ്രിയും
മക്ഷിനിൽ 47.9 ഫഹൂദിൽ 47.7 ജാലൂനിൽ 47.5 അൽഖാമിൽ അൽവാഫിൽ 47.4 സെൽഷ്യസും താപനില റിപ്പോർട്ട് ചെയ്തു. മധ്യവേനൽ അവധിക്കാലം ആഘോഷിക്കാൻ നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾക്ക് മടങ്ങി വരാൻ വലിയ തുക ചെലവഴിക്കേണ്ടി വരും. സ്കൂൾ അവധി ദിവസങ്ങൾ ഈ മാസം അവസാനത്തോടെ അവസാനിക്കാനിരിക്കെയാണ് ടിക്കറ്റ് നിരക്ക് ഉയരുന്നത്. അടുത്ത മാസം ആദ്യവാരം വരെ വലിയ തുക വേണം ടിക്കറ്റിനായി നൽകാൻ. 4 കുടുംബത്തിന് മടക്കയാത്രയ്ക്ക് മാത്രം 1 ലക്ഷത്തോളം ചെലവ് വരും. കഴിഞ്ഞ 2 ദിവസങ്ങൾക്കിടെയാണ് നിരക്ക് ഉയർന്നത്. എന്നാൽ നാട്ടിൽ പോകുന്നതിന് മുമ്പ് റിട്ടേൺ ടിക്കറ്റ് എടുത്തവർക്ക് ഈ നിരക്ക് വർധനവിൽ നിന്നും രക്ഷപ്പെടാം. മസ്കറ്റിലേക്ക് താരതമ്യേന കുറഞ്ഞ നിരക്ക് കോഴിക്കോട് നിന്നാണ്. ഉയർന്ന നിരക്ക് കൊച്ചിയിൽ നിന്നും. നേരിട്ടുള്ള സർവീസുകൾ കുറവായതിനാൽ കണ്ണൂരിൽ നിന്നുള്ള യാത്രക്കാരും ഉയർന്ന തുകയ്ക്ക് ടിക്കറ്റ് സ്വന്തമാക്കേണ്ടി വരും. ഒരു ദിവസമെങ്കിലും നേരത്തെ ടിക്കറ്റ് സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് പ്രവാസി മലയാളികൾ. വരും ദിവസങ്ങളിൽ നിരക്ക് വീണ്ടും ഉയർന്നേക്കുമെന്നും ട്രാവൽ രംഗത്തുള്ളവർ സൂചന നൽകുന്നു. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾ വ്യത്യസ്ത ദിവസങ്ങളിലാണ് വേനലവധിക്ക് ശേഷം ക്ലാസ് പുനരാരംഭിക്കുന്നത്. ഈ മാസം അവസാനത്തിലും അടുത്ത മാസം ആദ്യത്തിലുമായാണ് രാജ്യത്തെ ഇന്ത്യൻ സ്കൂളുകൾ തുറക്കുന്നത്. മുതിർന്ന ക്ലാസുകളിൽ നേരത്തെ ആരംഭിക്കുന്ന സ്കൂളുകളുമുണ്ട്. 2 ആഴ്ചയോളം ടിക്കറ്റ് നിരക്ക് ഉയർന്നു നിൽക്കാൻ ഇത് കാരണമാണ്. ഈ മാസം പകുതിയോടെ തന്നെ ടിക്കറ്റ് നിരക്ക് ഉയർന്നു തുടങ്ങുന്നുണ്ട്. ഓഗസ്റ്റ് ആദ്യവാരത്തിൽ നിരക്ക് 3 ഇരട്ടി വരെ വർദ്ധിക്കുന്നു. ജൂലൈ അവസാന ദിവസങ്ങളിൽ എയർ ഇന്ത്യ എക്സ്പ്രസിൽ കൊച്ചിയിൽ നിന്നും മസ്കറ്റിലേക്ക് 110 റിയാലിന് മുകളിലാണ് ടിക്കറ്റ് നിരക്ക്. കണ്ണൂരിൽ നിന്നും 93 റിയാലും തിരുവനന്തപുരത്ത് നിന്നും 96 റിയാലും കോഴിക്കോട് നിന്നും 67 റിയാലുമാണ് ടിക്കറ്റ് നിരക്കുകൾ. 20 കിലോ മാത്രമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഈ നിരക്കിൽ ബാഗേജ് അനുവദിക്കുക. 30 കിലോ ബാഗേജ് ആവശ്യമുള്ളവർ 10 റിയാൽ അധികം നൽകേണ്ടി വരും. ഒമാൻ എയറിലും സലാം എയറിലും ഇൻഡിഗോയിലുമെല്ലാം നിരക്ക് ഇതിലും കൂടുതലാണ്. ചില സെക്ടറുകളിൽ നിന്നും ചില ദിവസങ്ങളിൽ നേരിയ വ്യത്യാസവും വിവിധ വിമാന കമ്പനികളുടെ ടിക്കറ്റ് നിരക്കുകളിലുണ്ട്. അതേസമയം ഉയർന്ന ടിക്കറ്റ് നിരക്കിൽ നിന്നും രക്ഷപ്പെടാൻ ഈ മാസം ആദ്യ പകുതിയിൽ തന്നെ ഒമാനിൽ മടങ്ങിയെത്തുന്ന കുടുംബങ്ങളും നിരവധിയാണ്. നാട്ടിലേക്കുള്ള ഉയർന്ന ടിക്കറ്റ് നിരക്ക് കാരണം ഇത്തവണ അവധിക്കാലത്ത് നാട്ടിലേക്ക് പോകാതെ മലയാളി കുടുംബങ്ങളും നിരവധിയുണ്ട്. അവധിക്കാലം ഒമാനിൽ തന്നെ പലരും കഴിച്ചുകൂട്ടി. അതേസമയം ഓഗസ്റ്റ് 2ാം വാരം മുതൽ കേരള സെക്ടറുകളിലേക്കും മടക്കയാത്രകളിലും ടിക്കറ്റ് നിരക്കുകൾ കുറയും. ഡിസംബറിലാണ് പിന്നീട് നിരക്കുയരുന്നത്. ഇടക്കാല അവധിക്കാല സ്കൂളുകൾ അടയ്ക്കുന്ന ആഴ്ചകളിൽ വീണ്ടും ഉയർന്ന നിരക്ക് നൽകി വേണം നാട്ടിലേക്ക് പോകാൻ. ക്രിസ്മസ്, പുതുവത്സര ആഘോഷനാളുകളിൽ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് ഇത് തിരിച്ചടിയാകും. ഇത് മുൻകൂട്ടി കണ്ട് ഇപ്പോൾ തന്നെ ടിക്കറ്റ് സ്വന്തമാക്കുകയാണ് മലയാളികൾ. നിരവധി പേരാണ് നാട്ടിലേക്ക് പോകാൻ കാത്തിരിക്കുന്നത്. ദാഖിലിയ ഗവർണറേറ്റിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച സ്ഥാപനങ്ങളെ പബ്ലിക് പ്രോസിക്യൂഷൻ നടപടികൾക്ക് കൈമാറിക്കൊണ്ട് തൊഴിൽ മന്ത്രാലയത്തിന്റെ നടപടി. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ലേബർ സംയുക്ത പരിശോധനാ സംഘം നടത്തിയ പരിശോധനയിൽ ഒമാൻ തൊഴിൽ നിയമങ്ങളും മന്ത്രാലയം ഉത്തരവുകളും ലംഘിച്ച് പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയ 25 സ്ഥാപനങ്ങളെയാണ് നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയത്.